നാഷണൽ NGO കോൺഫെഡറേഷൻ ചെയർമാനായിരുന്ന സായിഗ്രാമത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ആനന്ദകുമാർ മാതൃഭൂമി ന്യൂസിനൊപ്പമുണ്ട്. അനന്തു കൃഷ്ണനെ എങ്ങനെയാണ് പരിചയം? കുറേ വർഷങ്ങൾക്ക് മുമ്പ് ലാലി വിൻസെൻ്റ് എന്ന് പറഞ്ഞ അവരാണ് ഈ അനന്തു കൃഷ്ണൻ എൻ്റെ ശാസ്ത്രമംഗലം ഓഫീസിൽ കൊണ്ടുവരുന്നത്. അന്നൊരു ഫണ്ടിൻ്റെ കാര്യം സംസാരിക്കാനാണ് ആദ്യം വന്നത്. പക്ഷേ അതൊന്നും ശരിയായില്ല. അതിനുശേഷം വേറെ രീതിയിലുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം ഞങ്ങളുടെ നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ഉദ്ഘാടനത്തിന് ആണ് എറണാകുളത്ത് വെച്ച് അദ്ദേഹം വരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില പ്രൊജക്റ്റുകൾ സമർപ്പിക്കണം. അത് നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ബോർഡ് ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് അന്നത്തെ മിനിറ്റ്സിലും എഴുതി വെച്ചു ഇതിൻ്റെ പരിപൂർണ്ണ സാമ്പത്തിക ഉത്തരവാദിത്വവും ഇതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും അനന്തു കൃഷ്ണൻ്റെ കമ്പനിക്കായിരിക്കും. നാഷണൽ NGO കോൺഫെഡറേഷന് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് അന്നത്തെ മിനിറ്റ്സിൽ പോലും എഴുതി വെച്ചിട്ടുണ്ട്. ഈ കോൺഫെഡറേഷൻ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം എത്ര നാൾ അങ്ങ് അതിലുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്ന പരമാവധി ഒരു വർഷത്തിൻ്റെ അടുപ്പിച്ചുണ്ടാകും. ഇപ്പോൾ രാജിവെച്ചിട്ട് എത്ര നാളായി? ഏകദേശം 7-8 മാസവും. ഇതൊരു തട്ടിപ്പാണെന്ന് അറിഞ്ഞതുകൊണ്ടാണോ രാജിവെച്ചത്? തീർച്ചയായിട്ടും. അതായത് നമ്മളുടെ ബോർഡ് മീറ്റിങ്ങിൽ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിൻ്റെ സാമ്പത്തിക കാര്യം മറ്റു കാര്യങ്ങളൊന്നും വളരെ ഒരു ക്ലിപ്തതയും ഇല്ലാതെ അദ്ദേഹം ഒന്നും പറയാറില്ല. ട്രാൻസ്പാരൻസി എന്നുള്ളത് 0 ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലതവണ ചോദിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ട് യോജിച്ച് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് ഒഴിഞ്ഞു. ജസ്റ്റിസ് CN രാമചന്ദ്രനെ ഉപദേശകനായി ക്ഷണിച്ചത് അങ്ങാണ്. അദ്ദേഹവും രാജിവെച്ചിരുന്നു. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഇതിൽ തട്ടിപ്പുണ്ടാകുമെന്ന് പുള്ളിയെപ്പോലുള്ളവർ മനസ്സിലാക്കിയിരുന്നു? അല്ല, അദ്ദേഹം ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇത് അഡ്വൈസറി ചെയർമാനാകുമ്പോൾ നമ്മുടെ എല്ലാ ബോർഡ് മീറ്റിങ്ങിന് പോലും വരൂലല്ലോ. അദ്ദേഹം മാറി നിന്ന് ചില കാര്യങ്ങൾ അന്വേഷിക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അദ്ദേഹത്തിന് ഏകദേശം ഇതിൻ്റെ കാര്യങ്ങൾ സൂചന കിട്ടിയപ്പോഴാണ് അദ്ദേഹം രാജിവെക്കുന്നു. അദ്ദേഹം രാജിവെച്ച പിറ്റേ ദിവസം ഞാനും രാജിവെക്കും. ഈ കോൺഫെഡറേഷൻ്റെ ഉദ്ഘാടനം എന്നായിരുന്നു? ഏകദേശം 2022 സെപ്റ്റംബറോ അങ്ങനെ ഏതോ സമയത്തായിരുന്നു. എറണാകുളം സെൻറ്റ് തെരേസാസിൽ വെച്ച് നമ്മുടെ ബിന്ദു ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്തത്.